കോഡ് ടു കരിയർ ചലഞ്ചിന്റെ എപ്പിസോഡ് 2 ആണിത്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാതെയാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പഠിച്ചത് പ്രോഗ്രാമിംഗ് എന്താണ്, അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ എഴുതി. ഇനി ഈ പ്രോഗ്രാമിൽ നിന്ന് ഔട്ട്പുട്ട് എങ്ങനെ യൂസറിനെ കാണിക്കാം, യൂസറിൽ നിന്ന് എങ്ങനെ ഇൻപുട്ട് എടുക്കാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ആയിരുന്നു എങ്ങനെ ഈ യൂസർ തരുന്ന ഇൻപുട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ തന്ന ഇൻപുട്ട് തന്നെ എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, അതിൽ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെ കൊടുക്കാമെന്ന്. അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വേരിയബിൾ ആണ്. വേരിയബിൾ എന്ന് നമ്മൾ പേര് കേൾക്കും പോലെ തന്നെ മാറാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഡേറ്റ ഉണ്ട്, നിങ്ങളുടെ പേരായിക്കോട്ടെ, വയസ്സായിക്കോട്ടെ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഇതൊരു ഡേറ്റയാണ്. ഈ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ്, അത്രേ ഉള്ളൂ. അപ്പൊ അത് നമുക്കൊന്ന് കോഡിൽ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിപ്പോ നമ്മൾ പാർട്ട് 1 ക്രിയേറ്റ് ചെയ്ത ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, വേരിയബിൾ എന്ന് തന്നെ പേര് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ അകത്ത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പേര് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോ നെയിം എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഇത്രേ ഉള്ളൂ. അതിനുശേഷം ഒരു ഈക്വൽ ടു സിമ്പിൾ ഇടണം. കോഡിങ്ങിൽ ഈക്വൽ ടു സിമ്പിളിന് ഈക്വൽ ടു എന്നല്ല പറയുന്നത്, അസൈൻ എന്നാണ്. കാരണം ഇതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇനി എന്ത് ഡേറ്റ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഇപ്പോ ഡബിൾ കോട്ട്സിൽ ഇപ്പൊ ഞാൻ ജോബിനെന്ന് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോബിന് എന്നുള്ള ഒരു ഡേറ്റ അസൈൻ ചെയ്യുന്നത് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലാണ്. അപ്പൊ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിന്റെ അകത്ത് ജോബിന് എന്ന് പറഞ്ഞ ഡേറ്റ ഉണ്ട്. നമുക്ക് അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ. പ്രിന്റ് നമ്മൾ യൂഷ്വലി എഴുതും പോലെ തന്നെ എഴുതാം, ഡബിൾ കോട്ട്സ് ഇടണ്ട. അതിന് പകരം ഈ വേരിയബിളിന്റെ പേര്, ഇപ്പൊ വേരിയബിൾ നെയിം എന്ന് പേര് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നെയിം എന്ന് തന്നെ ടൈപ്പ് ചെയ്തത്. വേരിയബിൾ അവിടെ കൊടുക്കുന്നു, റണ്ണ് കൊടുക്കുന്നു, കണ്ടില്ലേ. ഇനി നമുക്ക് പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഏജ് ഈക്വൽ ടു 22 അത് വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഏജ് ഇവിടെ അത് റൺ ചെയ്യുന്നു, 22 ഒന്ന് പ്രിന്റ് ആയി. എന്തുമാത്രം ഡേറ്റ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അത് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കിയാലോ എങ്ങനെയാണെന്ന്. അപ്പൊ ഈ കോഡ് ഞാൻ എന്തായാലും റിമൂവ് ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് ഇവിടെ ഒരു ഹാഷ് ടാഗ് ഇട്ട ആ കോഡ് റൺ ചെയ്യത്തില്ല കേട്ടോ. അതിനെ പറയണത് കമന്റിങ് എന്നാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത്, കണ്ടില്ലേ, ഫസ്റ്റ് 2 ലൈൻ മാത്രമേ വർക്ക് ആയിട്ടുള്ളൂ. അത് കമന്റ് ഉള്ളത് കൊണ്ടാണ്. കമന്റ് എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളൊരു കോഡ് എഴുതി അതിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണ്ടെങ്കിൽ ഇതുപോലെ ഹാഷ് ടാഗ് ഇട്ട് കമന്റ് ചെയ്യാം. അപ്പൊ പൈത്തണിലെ ഹാഷ് ടാഗ് ആണ്, ഓരോ ലാംഗ്വേജിൽ കമന്റ് ചെയ്യാൻ ഓരോ സിമ്പിൾസ് ആയിരിക്കും. അതുപോലെ കോഡിൽ നമുക്ക് വേറൊരു ഡെവലപ്പർ വരുമ്പോൾ ഈ കോഡ് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും ഹാഷ് ടാഗ് ഇട്ടിട്ട് നമ്മൾ എഴുതാറുണ്ട്. ഇപ്പോ ദ എബോവ് കോഡ് ഈസ് ഫോർ സേവിങ് നെയിം ആൻഡ് പ്രിന്റിങ്, അല്ലെ, പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡാണല്ലോ. അപ്പോൾ കമന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇൻപുട്ടിൽ നിന്ന് വരുന്ന ഡേറ്റ എങ്ങനെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ യൂസറിന്റെ അടുത്ത് എന്റർ യുവർ യൂസർ നെയിം എന്ന് ചോദിക്കുന്നു, അതിനുശേഷം ഇൻപുട്ട് ടൈപ്പ് ചെയ്യുന്നു. ഇത് ഇത്രയാണല്ലോ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നു, റൺ ചെയ്യുമ്പോൾ യൂസർ നെയിം എൻ്റർ ചെയ്യാൻ പറ്റുന്നു, പ്രോഗ്രാം അവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ഇൻപുട്ടിന് മുൻപ് ലെഫ്റ്റ് സൈഡിലായിട്ട് ജസ്റ്റ് ഒരു വേരിയബിൾ ടൈപ്പ് ചെയ്യാം. ഇപ്പോ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ടൈപ്പ് ചെയ്തു, സ്പേസ് ഇട്ടിട്ട് ഒരു അസൈൻ സിമ്പിൾ ഇട്ടു, ഇത്രയും ചെയ്തു. ഇനി നമ്മൾ എന്ത് ഇൻപുട്ട് കിട്ടിയാലും അത് യൂസർ നെയിമിലോട്ട് സ്റ്റോർ ആവും. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രിന്റ് കമാൻഡും കൂടെ എഴുതുകയാണ്. അതിൻ്റെ അകത്ത് യുവർ എൻ്റേഡ് യൂസർ നെയിം ഈസ്, അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തു. അടുത്തൊന്നും കൂടെ പ്രിന്റ് കമാൻഡ് ഇട്ടു, അതിൻ്റെ അകത്ത് യൂസർ നെയിം എന്ന് ടൈപ്പ് ചെയ്തു. യൂസർ നെയിം എന്ന് ഡബിൾ കോട്ട്സ് ഇല്ലാതെ ടൈപ്പ് ചെയ്യണം കേട്ടോ, എന്നാലേ വേരിയബിൾ വരുള്ളേ. ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഓരോ മണ്ടത്തരങ്ങൾ പറ്റും, നമ്മൾ അത് നോക്കി മനസ്സിലാക്കാത്തതാണ് ഒരു പ്രോഗ്രാമറിന്റെ നോളേജ്. ഓക്കെ, ഞാൻ യൂസർ നെയിം ടൈപ്പ് ചെയ്തു. യുവർ എൻ്റേഡ് യൂസർ നെയിം ഈസ് ജോബിൻ സെൽവാനോസ് എന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു ട്രിക്ക് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഒരു 2 ലൈൻ ഓഫ് കോഡ് ഇവിടെ വന്നില്ലേ, നമുക്ക് ഫസ്റ്റ് യുവർ എൻ്റേഡ് യൂസർ നെയിം വരാനും യൂസർ നെയിം വേരിയബിൾ എൻ്റർ ചെയ്യാനും. ഇതിന് പകരം ജസ്റ്റ് ഇവിടെ ഒരു കോമ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഈ വേരിയബിൾ എൻ്റർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനിൽ തന്നെ അത് വർക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ജോബിൻ എന്ന് ടൈപ്പ് ചെയ്തു, യുവർ എൻ്റേഡ് യൂസർ നെയിം ഈസ് ജോബിൻ, കണ്ടില്ലേ. അടുത്ത ലൈനിൽ നമ്മൾ ഇങ്ങനെ ഒരു കോഡ് എഴുതേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇനി വേറൊരു ട്രിക്കും കൂടെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ചെയ്തത് പ്രിന്റിംഗിലാണ്. ഇവിടെ നമ്മൾ എൻ്റർ യുവർ യൂസർ നെയിം കാണിക്കാൻ വേണ്ടി പ്രിന്റ് കമാൻഡ് ഇടുന്നു, അതിനുശേഷം ഇൻപുട്ടിൽ വരുന്ന വാല്യൂ യൂസർ നെയിമിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രിന്റ് ഇല്ലാതെ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. അതിന് ഈ ഒരു മെസ്സേജ് നമ്മൾ ഈ ഇൻപുട്ടിന്റെ അകത്തിട്ടാൽ മതി. ഇൻപുട്ടിന്റെ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലിട്ടാൽ അത് പ്രിന്റ് ചെയ്തിട്ട് അവിടെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, എൻ്റർ യുവർ യൂസർ നെയിം, അതിന്റെ നേർക്ക് തന്നെ നമുക്കിപ്പോൾ ആ ഒരു കമാൻഡ് കിടന്ന് ആ ഒരു കർസർ റൺ ചെയ്യുന്നുണ്ട്. അവിടെ ജസ്റ്റ് ജോബിൻ സെൽവാനോസ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, യുവർ എൻ്റേഡ് യൂസർ നെയിം ഈസ് ജോബിൻ സെൽവാനോസ്. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.
എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. ഇനി നമുക്കൊരു യൂസർ നെയിമോ പാസ്വേഡോ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 2 ടോപ്പിക്സ് ആണ് കണ്ടീഷൻസും സ്റ്റേറ്റ്മെന്റ്സും. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, കണ്ടീഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്. അല്ലെന്നുണ്ടെങ്കിൽ യൂസർ നെയിം ചെക്കിംഗ് എന്നോ പാസ്വേഡ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കിയാലും മതി. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കറക്റ്റ് യൂസർ നെയിം അസൈൻസ് ജോബിൻ സെൽവാനോസ് എന്നാണ്. അതുപോലെ തന്നെ പാസ്വേഡും നമ്മൾ ആൾറെഡി എന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് python@123 എന്നാണെന്ന് വെച്ചു. ഇനി നമുക്കിത് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കണ്ടീഷൻ ആണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ ഇന്ന ഒരു കാര്യം നടക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ മതി. ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ കുട തുറക്കണം, മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ കുട തുറക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് ഇഫ് എൽസ്. ഇഫ് ഇങ്ങനെ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് എന്ന് യൂസ് ചെയ്യണത് കണ്ടീഷൻ ആണ്. ഇങ്ങനെ ഒരു കാര്യം നടക്കണമെന്ന് പറയണതിനെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ കേസിൽ അത് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇഫ് യൂസർ എൻ്റർ പാസ്വേഡ് എന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പം യൂസർ എൻ്റേർഡ് പാസ്വേഡ് നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്പേസ് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പൊ അണ്ടർസ്കോർ ഇട്ടത്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അണ്ടർസ്കോർ ഇടാതെ അടുത്തൊരു വേർഡ് ക്യാപിറ്റലിൽ കൊടുക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, സ്പേസ് ഇടണില്ല, മൾട്ടിപ്പിൾ വേർഡ്സ് വരണമെന്നുണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അണ്ടർസ്കോർ ഇട്ട് പോയാലും മതി. അത് ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ്സ് ആണ്, നല്ല കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. കാരണം വലിയ വലിയ കമ്പനീസിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു വേരിയബിളിന് പേര് കൊടുക്കുന്നത് പോലും കമ്പനീസ് ശ്രദ്ധിക്കും. ഇപ്പൊ യൂസർ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജോബിൻ സെൽവാനോസിന് പകരം ഇപ്പൊ ജോബിൻ എസ് എന്നാണ് എൻ്റർ ചെയ്തത്. പക്ഷെ അത് തെറ്റല്ലേ? പ്രോപ്പർ യൂസർ നെയിം സേവ് ചെയ്തിരിക്കണ എന്താ? ജോബിൻ സെൽവാനോസ് എന്നാ. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യാൻ കണ്ടീഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ യൂസർ നെയിം ഈക്വൽ ആണോ യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡുമായിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു ഇത് അസൈൻ ആണ്, ഈക്വൽ ടു അല്ലെന്ന്. പ്രോഗ്രാമിംഗിലെ ഈക്വൽ ടു 2 ഈക്വൽ ടു ഇടുന്നതാണ്. അപ്പൊ 2 ഈക്വൽ ടു ഇട്ടിട്ട് നമ്മൾ യൂസർ എൻ്റേർഡ് പാസ്വേഡുമായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. കമ്പയർ ചെയ്തിട്ട് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ. പ്രിന്റിന്റെ അകത്ത് ഇതിട്ടു, യൂസർ നെയിം ഡബിൾ ഈക്വൽ കൊടുത്തു. അതിന്റെ അർത്ഥം ഈക്വൽസ് ആണ്. അതായത് യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡും യൂസർ നെയിമും കറക്റ്റ് ആണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഡബിൾ ഈക്വൽ ഒരു ഓപ്പറേറ്റർ ആണ് കേട്ടോ. ഓപ്പറേറ്റർ എന്നാ അതിനെ പറയണത്. നിങ്ങൾ ഈക്വൽ ടു എന്ന് വിചാരിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ ഫാൾസ് എന്ന് വന്നു. കാരണം എന്താ? ഇത് കറക്റ്റ് അല്ല. യൂസർ എൻ്റർഡ് പാസ്വേഡും പാസ്വേഡ് എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്, യൂസർ നെയിം ആണ് ആക്ച്വലി ഇത്. യൂസർ നെയിം ഓക്കെ, ഇത് തന്നെ ഇവിടെ കമ്പയർ ചെയ്തു. ഓക്കെ, യൂസർ നെയിമും അതായത് ആൾറെഡി സ്റ്റോർ ചെയ്ത യൂസർ നെയിമും നമ്മൾ യൂസർ എൻ്റർ ചെയ്ത യൂസർ നെയിമും കമ്പയർ ചെയ്തു, അത് ഫാൾസ് വന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇനി ഇൻപുട്ട് ഇട്ട് കൊടുക്കാം. ഇൻപുട്ട് ഇട്ടാൽ നമുക്ക് ടെർമിനലിൽ നിന്ന് തന്നെ ഇൻപുട്ട് ചെയ്യാലോ. എൻ്റർ യുവർ യൂസർ നെയിം. ഓക്കെ, റൺ ചെയ്തു. ഇവിടെ ഞാൻ ജോബിൻ സെൽവാനോസ് എന്ന് തന്നെ പ്രോപ്പർലി കൊടുത്തു. ഓക്കെ, ഇപ്പൊ ജോബിൻ സെൽവാനോസ് എന്നാണ് യൂസർ എൻ്റേർഡ് യൂസർ നെയിമിലുള്ളത്. അതുപോലെ തന്നെ ഈ യൂസർ നെയിമിലും കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ട്രൂ വന്നത്. ഇത് ഇനി ഒന്നും കൂടെ കോഡ് റൺ ചെയ്തിട്ട് ഞാൻ ഒന്ന് തെറ്റിച്ചടിച്ചു നോക്കി, എൻ്റർ അടിച്ചു, ഫാൾസ് വന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബിൽഡ് ചെയ്യുക. ഇനി നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളത് ഇഫ് കേസ് ആണ്. ഞാൻ ഇപ്പൊ ഈ കോഡ് റിമൂവ് ചെയ്യുന്നില്ല, ഇവിടെ ഒരു കമന്റ് ഇട്ടതങ്ങ് അവിടെ വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി. ഇനി ഇഫ് കേസും എൽസ് കേസും എങ്ങനെ എഴുതണമെന്ന്, കണ്ടീഷൻ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇഫ് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ബിൽഡ് ചെയ്യണം. ഇഫ് ആൾറെഡി സേവ്ഡ് ആയിട്ടുള്ള യൂസർ നെയിമും യൂസർ എൻ്റർ ചെയ്ത യൂസർ നെയിമും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോളൻ ഇടുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കണമെന്ന് ഇവിടെ ശ്രദ്ധിച്ചാണ് ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഈ സ്പേസ് കീപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എത്ര കോഡ് എഴുതിയാലും അത് ഇഫില് വർക്ക് ചെയ്യാനുള്ള കോഡാണ്. ഇപ്പൊ പ്രിന്റ് ഇട്ടു, അതിൻ്റെ അകത്ത് യു എൻ്റേർഡ് കറക്റ്റ് യൂസർ നെയിം. അതിൻ്റെ അകത്ത് തന്നെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് എഴുതി പോവാം. പ്രിന്റിന്റെ അകത്ത് വേണമെങ്കിൽ കൺഗ്രാറ്റ്സ് എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഒറ്റ ലൈൻ എഴുതിയാലും ഓക്കെയാണ്. ഇനി നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചിട്ട് എൽസ് എന്നും കൂടെ ഇവിടെ എഴുതി ഒരു കോളൻ കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇതിൻ്റെ അകത്ത് പ്രിന്റ് നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? യൂസർ നെയിം കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ യൂസറിനെ കാണിക്കേണ്ടത്? യു ഹാവ് എൻ്റേർഡ് റോങ് യൂസർ നെയിം. ഓക്കെ, റൺ കൊടുത്തു. യൂസർ നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്, ഞാൻ തെറ്റിച്ചൊന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. യു ഹാവ് എൻ്റേർഡ് റോങ് യൂസർ നെയിം എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ കോഡ് ഒന്നും കൂടെ റൺ ചെയ്യാണ്, കാരണം കോഡ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുക ഓരോ പ്രോഗ്രാം റണ്ണായി തീരുമ്പോൾ. ഇനി നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം. ജോബിൻ സെൽവാനോസ് എന്നിട്ട് കറക്റ്റ് ടൈപ്പ് ചെയ്തു. യു എൻ്റേർഡ് കറക്റ്റ് യൂസർ നെയിം, കൺഗ്രാറ്റ്സ് എന്ന് വന്ന്. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ കണ്ടീഷൻസ്. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കോ. ഇപ്പൊ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ എറോസോ ഇഷ്യൂസ് എന്തെങ്കിലും വന്നെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പിന്റെ ലിങ്ക് യൂസ് ചെയ്ത് നമ്മളെ ടീമോട്ട് കണക്ട് ചെയ്താൽ മതി. അതെല്ലാം നമുക്ക് ക്ലാരിഫൈ ചെയ്യാനേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് പാസ്വേഡ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമ്മൾ യൂസർ നെയിം ചോദിച്ചു, യൂസർ നെയിം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ് എന്നൊക്കെ കാണിക്കണമെന്ന് നമ്മൾ ചെയ്തായിരുന്നു. ഇനി നമുക്ക് പാസ്വേഡും കൂടെ യൂസറിന്റെ ഒന്ന് ചോദിച്ചാലോ. ഇവിടെ നമുക്ക് യൂസർ
എന്റേഡ് പാസ്വേഡ് എന്നും കൂടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അസൈൻസ് ഇൻപുട്ട്, അതിൻ്റെ അകത്ത് എൻ്റർ യുവർ പാസ്വേഡ്, ഇവിടെ ഒന്ന് കോളനും കൊടുത്ത് ഒന്ന് വൃത്തിക്ക് വേണ്ടി ഒരു സ്പേസും കൂടെ അവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെയും കൂടെ ഒന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഇത് ക്യാപിറ്റൽ ആക്കാം, ഇങ്ങനെ കുറച്ച് ആൾട്ടർനേഷൻ ഒക്കെ വരുത്താം ഭംഗിക്ക് വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. ഇപ്പോൾ യൂസർ നെയിം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരും അല്ലെ, കോഡിന്റെ എക്സിക്യൂഷൻ ഇവിടെ വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പോകും യൂസർ നെയിം തെറ്റാണെന്ന്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ, അതായത് യൂസർ നെയിം ആൾറെഡി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡും കൂടെ ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ടൈപ്പ് ചെയ്യാം, ജസ്റ്റ് കൺഗ്രാറ്റ്സ് ഇടുന്നതിന് പകരം യൂസർ നെയിം എൻ്റർ ചെയ്തത് കറക്റ്റ് ആണെന്ന് കാണിച്ചോട്ടെ. അതിനുശേഷം പ്രിന്റിന്റെ തൊട്ട് താഴെ തന്നെ അടുത്തൊരു ഇഫ് കേസ് ഇടാം അല്ലെ. ഇഫില് എന്താ നമ്മൾ നോക്കേണ്ടത്, പാസ്വേഡ്. ഈ ഒരു പാസ്വേഡ് ഞാനത് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈക്വൽ ടു ഇട്ടിട്ട്, ഈക്വൽ അല്ല ഡബിൾ ഈക്വൽ. ഓക്കെ, ഡബിൾ ഈക്വൽ ആണ് പ്രോഗ്രാമിൽ ഈക്വൽ, പാസ്വേഡും കൂടെ കമ്പയർ ചെയ്യുന്നു. ഇത് തമ്മിൽ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാണിക്കാൻ പറ്റുക, ഇപ്പൊ യൂസർ നെയിമും കറക്റ്റ് ആയി, അതുപോലെ തന്നെ പാസ്വേഡും കറക്റ്റ് ആയി. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റണതാണ് പ്രിന്റ് യു ഹാവ് സക്സസ്ഫുള്ളി ലോഗിൻ എന്ന് പറഞ്ഞ് കാണിക്കാം. ഡബിൾ കോട്ട്സ് ഇടുന്നു, ക്ലോസ് ചെയ്യുന്നു അല്ലെ, കറക്റ്റ് ആയതുകൊണ്ട്. കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു എൽസ് കേസ് ഇടണം. എൽസ് ഇട്ടിട്ട് കോളൻ ഇടുന്നു, എൻ്റർ അടിക്കുന്നു. ഇതിന്റെ താഴെ തന്നെ നിൽക്കണം, ആ ഇഫിന്റെ സെയിം ലെവലിൽ നിൽക്കണം. കണ്ടില്ലേ, ഇതിനാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഇഫും ഈ എൽസും ഒരേ ലെവലിലാണ്, ഈ പ്രിന്റും ഈ ഇഫും എൽസും ഈ പ്രിന്റും ഒരേ ലെവലിലാണ്. കാരണം എന്തുകൊണ്ടാ, ഇത് ഇത്രയും ഈ ഒരു ഇഫിന്റെ ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ആവണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണത് ഇതായിരിക്കും, എൽസ് ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. ഈ ഒരു ഇഫിന്റെ ഈ ഒരു കണ്ടീഷൻ ആണ് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും റൺ ചെയ്യാൻ. ഓക്കെ, പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് യൂസർ നെയിം കറക്റ്റ് ആയാൽ മാത്രമേ പാസ്വേഡ് കറക്റ്റ് ആവണമെന്ന് ചെക്ക് ചെയ്യാൻ വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി യൂസർ നെയിം എൻ്റർ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു പ്രോഗ്രാം ക്ലോസ് ആവുകയാണ് അവിടെ നടക്കുന്നത്. യു ഹാവ് സക്സസ്ഫുള്ളി ലോഗിൻ എന്ന് ഇവിടെ കാണിക്കാം. അതിനുശേഷം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ പാസ്വേഡ് തെറ്റാണെന്ന് ഇവിടെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. പ്രിന്റ് പാസ്വേഡ് ഇൻകറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ. റൺ ചെയ്തപ്പോൾ ഇവിടെ ഒരു എറർ. എന്താണ് എറർ എന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, ലൈൻ നമ്പർ 5 എറർ. ഇൻപുട്ടിന്റെ ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ലൈൻ നമ്പർ 5 എന്ന് നോക്കാം. ഇൻപുട്ട്, ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ അബദ്ധങ്ങൾ നിങ്ങൾക്ക് വരാം കേട്ടോ. വരുമ്പോൾ ജസ്റ്റ് പേടിക്കേണ്ട, പാനിക്കാണ്ട, ഇതൊന്ന് വായിച്ചു നോക്കാം, മനസ്സിലാക്കാന്നേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോഡ് കോപ്പി ചെയ്ത് ചാറ്റ് GPT ഇടുക, അതുപോലെ തന്നെ ഈ എറർ കോപ്പി ചെയ്ത് ചാറ്റ് GPT ഇടുക. ചാറ്റ് GPT പറഞ്ഞു തരും എവിടെയാണ് പ്രശ്നമെന്ന്. റണ്ണ് ക്ലിക്ക് ചെയ്തു, എൻ്റർ യുവർ യൂസർ നെയിം ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ എൻ്റർ ചെയ്യുക, ജോബിൻ സെൽവനോസ്. പാസ്വേഡ് python@123 എൻ്റർ ചെയ്തു. യു ഹാവ് എൻ്റേഡ് കറക്റ്റ് യൂസർ നെയിം, യു ഹാവ് സക്സസ്ഫുള്ളി ലോഗിൻ. ഈ ഒരു ഇത് ഇവിടെ നിന്ന് വന്നതാണ് കേട്ടോ. ഇനി ഒന്ന് നമുക്ക് തെറ്റിച്ച് ടൈപ്പ് ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വിടുന്നു. യു ഹാവ് എൻ്റേഡ് റോങ് യൂസർ നെയിം. പാസ്വേഡ് ചെക്ക് ചെയ്യാൻ പോലും അത് നിന്നില്ല. അതുകൊണ്ടാണ് പാസ്വേഡ് ഇൻകറക്റ്റ് വർക്ക് ചെയ്യാത്തത്. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയോ. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഞാനിപ്പോ പാസ്വേഡ് തെറ്റിച്ചടിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ യൂസർ നെയിം മാത്രം കറക്റ്റ് ടൈപ്പ് ചെയ്തു, പാസ്വേഡ് തെറ്റിച്ചടിച്ചു. യു ഹാവ് എൻ്റേഡ് കറക്റ്റ് യൂസർ നെയിം, പക്ഷേ പാസ്വേഡ് ഇൻകറക്റ്റ് ആണ്. നമുക്ക് ഇനി പാസ്വേഡ് റീട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇനി കോഡ് ആണെങ്കിൽ റണ്ണായി തീരുകയും ചെയ്തു, ഇനി വീണ്ടും റൺ ചെയ്തിട്ട് കറക്റ്റ് ടൈപ്പ് ചെയ്യണം. ഇതൊരു പ്രശ്നമല്ലേ ആക്ച്വലി. ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ലൂപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത്. ഈ പ്രശ്നം നമുക്ക് അടുത്ത എപ്പിസോഡിൽ സോൾവ് ചെയ്യാം. അപ്പോ ഇതുവരെ ചെയ്ത കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അസൈൻമെന്റ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ആൻസർ അല്ല കമന്റ് ബോക്സിൽ ഇടാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്താൽ മതി. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും കോഡിംഗ് പഠിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഇറ്റ്സ് മീ ജോബിൻ സെൽവനോസ്. അടുത്തൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ.